യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ അമ്മയുടെ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനപ്പെരുന്നാളിന് വേണ്ടി നാം ഒരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരുക്കം തന്നെ അമ്മയുടെ ജനനപ്പെരുന്നാളിൻ്റെ ആഘോഷമാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ഈ സന്ദർഭത്തിൽ അമ്മയെ നാം കൂടുതൽ അറിയുന്നു. എനിക്കൊരു അമ്മയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുന്നു. ഞാൻ അനാഥനല്ല, ഞാൻ അനാഥയല്ല. സ്വർഗം എനിക്ക് വേണ്ടി ഒരമ്മയെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അമ്മയെ ഞാൻ അമ്മയായി സ്വീകരിക്കണം. യേശുക്രിസ്തു പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിനെ തന്റെ മകനായി സ്വീകരിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു പരിശുദ്ധ അമ്മയെ അമ്മയായി സ്വീകരിച്ചതുപോലെ കുരിശിൽ കിടന്നുകൊണ്ട് ആ മാതൃത്വം തൻ്റെ അമ്മയെ നമുക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മയെ അമ്മയായി നൽകി. നാം എൻ്റെ അമ്മയായി, ഞാൻ എൻ്റെ അമ്മയായി പരിശുദ്ധ അമ്മയെ സ്വീകരിക്കണം. യോഹന്നാനെ പോലെ അമ്മയെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക്, നമ്മുടെ മരണം വരെയും നാം ചേർത്ത് നിർത്തണം. അപ്പോൾ ഈ അമ്മയെ കൂടുതൽ അറിയാനുള്ള ഒരവസരമാണ്. ഈ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനുള്ള അവസരമാണ്. ഈ അമ്മയെ കൂടുതൽ ആദരവോടെ വണങ്ങുന്നതിനുള്ള അവസരമാണ്. കൃപ നിറഞ്ഞവളാണ് എൻ്റെ അമ്മ. സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് എൻ്റെ അമ്മ. സാത്താൻ്റെ മേൽ വിജയം നേടിയവളാണ് എൻ്റെ അമ്മ. ഭൂലോക സ്വർഗത്തിൻ്റെ മേൽ അധികാരമുള്ളവളാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ മധ്യസ്ഥത തേടാൻ, ഈ അമ്മയെ അനുകരിക്കാൻ പ്രത്യേകമായി പരിശ്രമിക്കുന്ന, നമ്മെ തന്നെ സമർപ്പിക്കുന്ന അവസരമായിട്ടാണ് ഈ അവസരത്തെ നാം കാണേണ്ടത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ അനുകരിക്കുക എന്നാൽ ഈശോയെ അനുകരിക്കുക എന്ന് തന്നെയാണ്. അമ്മയെ അനുകരിക്കുക എന്നാൽ ക്രിസ്താനുകരണം തന്നെയാണ്. യേശുവിനെ ഇതുപോലെ അണുവിട തെറ്റാതെ അനുഗമിച്ചിട്ടുള്ള ഒരു മനുഷ്യനുമില്ല. ഒരിടർച്ച പോലും അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. അപ്പോൾ ഈ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് അമ്മയെ പിന്തുടർന്നാൽ ഈശോയുടെ സവിധത്തിലാണ് എത്തുക. സ്വർഗീയ സൗഭാഗ്യത്തിലാണ് നാം എത്തുക. നമുക്കൊരിക്കലും ഇടർച്ചയുണ്ടാവുകയില്ല. അതുകൊണ്ട് ക്രിസ്താനുകരണം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ച്, അമ്മയുടെ മാതൃക സ്വീകരിച്ച് അമ്മയെ അനുകരിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഒന്നുകൂടി ഓർമ്മിക്കുക പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ഈ അമ്മയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഈ അമ്മയെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കണം. ഈ അമ്മയെ അനുകരിക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ അമ്മ തൻ്റെ ജീവിതത്തിൽ പകർത്തിയെടുത്ത പരിശുദ്ധിയുടെ ആ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നാം പരിശ്രമിക്കണം. ഈശോയോട് ചേർന്ന് സഞ്ചരിച്ച പരിശുദ്ധ അമ്മ സഹനത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയി, പരാതിയില്ലാതെ കടന്നുപോയി. അവസാനം എത്തിച്ചേർന്നത് കുരിശിൻ്റെ ചുവട്ടിലാണ്. ഉദ്ധാനത്തിൻ്റെ മഹത്വത്തെ മാത്രം തേടി നടക്കുന്നവർക്ക് അമ്മയുടെ പാത അന്യമാണ് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. കുരിശിൻ്റെ പാതയിലൂടെ ക്രൂശിതനായ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലെത്താതെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നുള്ള ആ ഒരു സന്ദേശം കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്ര തുടരാം. ഈ ദിവസങ്ങൾ അമ്മ അനുഭവത്തിൻ്റെ അതീവ ഹൃദ്യമായ
ഒരു അനുഭവമായി, ഒരു കാലഘട്ടമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.